സ്നേഹത്തോടെയും നന്ദിയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എല്ലാവരും ഓണാഘോഷം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ആലസ്യത്തിലാന്ന് തോന്നുന്നു. പതുക്കെയാണ്, മന്ദം മന്ദമായിട്ടാണ് എല്ലാവരും ചേരുന്നത്. എന്തായാലും ആലസ്യം കഴിഞ്ഞ് ഉണർത്ത് എഴുന്നേൽക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കുറച്ചുകൂടെ ആൾക്കാർ ചേരും എന്നുള്ളൊരു പ്രതീക്ഷിക്കാം. എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ട്രെയിനറായിട്ട് എത്തിയിരിക്കുന്നത് ടോണി തറക്കുമേൽ സാറാണ്. ആക്ച്വലി സാറ് കാരണമാണ് എനിക്ക് പാലക്കാട് പോസിറ്റീവ് കമ്മ്യൂണിൽ ഒരു എൻട്രി കിട്ടിയത്. എൻ്റെ സാറിന് പ്രത്യേകം ഞാൻ താങ്ക്സ് പറഞ്ഞുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സമയം ചെലവഴിച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും ഈ വെബിനാറിൽ കയറിയിരിക്കുന്നതെന്ന് അറിയാം. തീർച്ചയായിട്ടും ഒരു ഫലവത്താകും. നിങ്ങളുടെ ആ സമയം ചെലവഴിച്ചുള്ള ഒരു ഫലം തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ ഒരു ഉറപ്പ് തരികയാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ സൈജു സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് വെബിനാറിന്റെ 111ാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കിന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ടോമി തറക്കുന്നേൽ സാറാണ്. സാറ് വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ വളരെ നാളായിട്ടുള്ള ഒരു പരിചയമുണ്ട്. നമ്മൾ അസോസിയേഷൻ ഓഫ് കൗൺസിലേഴ്സ് ആൻഡ് മെന്റേഴ്സും തുടങ്ങി സാറിന്റെ കൂടെ ഉണ്ട്. സാറിന്റെ ക്ലാസ് ഇതിനകം പലരും കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് സാറിന്റെ ക്ലാസ്സിന് വളരെ മാധുര്യമേറിയ ക്ലാസ് ആയിരിക്കും. സാറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ആൻസാർ ഡേഞ്ചറസ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടി വിയില് ഒരു ഇത് കണ്ടു. ഉറുമ്പിന്റെ കൂടിന്റെ അകത്തേക്ക് ടൺ കണക്കിനാണ് അദ്ദേഹം ഈയം ഒഴിച്ചിട്ട് അതിന്റെ അകത്തേക്ക് അവർ ഇങ്ങനെ ഖനനം ചെയ്ത് നോക്കാൻ ഒരു വളരെ വലിയ ഒരു മുറിയുടെ അത്രയുള്ള ഒരു ഇത് കിട്ടി. അത്രയും വലുതായിട്ടാണ് അവര് കൂടുകൾ നിർമ്മിക്കുന്നത്. അപ്പോ അത്രയും ഡേഞ്ചറസ് തന്നെയെന്ന് പറയാം. അപ്പൊ നമ്മുടെ ജീവിതവും മനഃശാസ്ത്രപരമായിട്ട് സാറ് നമുക്ക് ക്ലാസ് എടുക്കും. സാറിനെ പരിചയപ്പെടുത്താനായിട്ട് ജോസഫ് സാറുണ്ട്, നമ്മുടെ ജോൺ ബേബി സാറുണ്ട്. നമുക്ക് കിട്ടിയ രത്നങ്ങളാണല്ലോ. നമുക്ക് അവരുടെ സഹകരണം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ക്ലാസ് ഇതുപോലെ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എന്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇതിന്റെ വെബിനാറിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ജോൺ ബേബി സാറ് ഇവിടെ ഉണ്ട്. സാറിന് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്ന ടോമി തറക്കുന്നേൽ സാർ നമുക്ക് ആൻസാർ ഡേഞ്ചറസ് എന്ന വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. സാറിന് എല്ലാവരുടെയും പേരിൽ വളരെ ഹൃദ്യമായി ഒരു പൂച്ചെണ്ട് നൽകിക്കൊണ്ട് സ്വാഗതം. വെൽക്കം സർ. താങ്ക് യു. ഇന്ന് സാറിനെ പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ഫോർമർ പ്രസിഡന്റും നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ഡോക്ടർ PV ജോസഫ് സാറ് വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. എങ്കിലും ഇവിടുന്ന് മാറി നിൽക്കുന്നു, കർത്തവ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഭാരം ഇപ്പോഴും സാറിന്റെ മുതുകത്ത് തന്നെയാണ്. സാറ് ഞങ്ങൾ ഇപ്പോഴും വിളിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ സാറിന്റെ ആ ഒരു കർത്തവ്യബോധം നമുക്ക് സാറിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. അപ്പൊ സാറിന് എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി തന്നെ വളരെ സ്നേഹത്തോടെ തന്നെ സ്വാഗതം ആശംസിക്കുന്നു. വെൽക്കം സർ. ഇന്ന് നമുക്ക് നന്ദി പറയാനായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ രത്നം എന്ന് തന്നെ പറയാൻ പറ്റുന്ന പോൾ പടയാട്ട് സാറാണ്. സാറ് ട്രാവലിംഗിലാണ്, എന്നാലും സാർ ഇവിടെ എത്തും. സാറിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഇന്ന് MC ആയിട്ടുള്ളത് ജയശ്രീ മാഡമാണ്. മാഡം വളരെ സന്തോഷത്തോടെയാണ് നമുക്ക് വേണ്ടി ഇത് കർത്തവ്യം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് MC ആയിട്ടിരിക്കുന്നത്. മാഡത്തിനും എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി തന്നെ സ്വാഗതം ആശംസിക്കുന്നു. അത് കൂടാതെ ഇന്ന് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന അനവധി വ്യക്തിത്വങ്ങളുണ്ട്, മഹത്വ വ്യക്തിത്വങ്ങളാണ്. നമ്മുടെ പ്രസാദ് സാറുണ്ട്, തേഴ്സിൻ മാഡം ഉണ്ട്. മാഡത്തിന്റെയൊക്കെ സഹകരണം കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് നടത്തുന്നത്. അതുപോലെ തന്നെ വേറെയും പറയപ്പെടുന്നുണ്ട്, എല്ലാവരുടെയും പേര് പറയണം എന്നുണ്ട്. എന്നാലും ഇത്രയും സമയത്തിനുള്ളിൽ എല്ലാവർക്കും വളരെ കൃത്യമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു സൈജു സാർ. നമ്മുടെ KCTUവിന്റെ അധ്യക്ഷനായിട്ടുള്ള ജോൺ ബേബി സാറിന് നമ്മൾക്ക് എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് മാത്രമേ
ഒരു പുഞ്ചിരിയും ഒക്കെ കൂടെ മാത്രമാണ് സാറിനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏത് സമയത്തും എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് ജോൺ ബേബി സാർ എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. സാറിനെ അധ്യക്ഷ പ്രസംഗം പറയുന്നതിനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ജയശ്രീ. താങ്ക് യു ജയശ്രീ. Respected Dr. Joseph sir, Saiju, Paul Padayati sir, Taksim madam, our MC Jayashree madam, and today is our special guest speaker, Mr. Tommy Tarakunnel sir, and all the VIPs, all the members present here. First of all, let me say thank you for all of you for joining on this beautiful evening. ആദ്യം പറഞ്ഞതുപോലെ ഓണം കഴിഞ്ഞ ഒരു ആലസ്യത്തിലാണ് ഇപ്പോഴും പലരും. എന്നാലും നമ്മൾ 30 കൂടുതൽ മെമ്പേഴ്സ് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് 40 മേലെ ആവും, അല്ലെ 50 മേലെ ആവും എന്നുള്ളത് സംശയമില്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ വളരെ വിലപ്പെട്ടതായിരുന്നു നമ്മുടെ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ. നമുക്ക് ഒരു സ്റ്റേറ്റ് മീറ്റിംഗ് നമ്മുടെ എറണാകുളത്ത് വെച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റി, വളരെ സക്സസ്ഫുൾ ആയിട്ട്. സൈജു അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചു. നമ്മുടെ സെക്രട്ടറി സൈജു അതിനുവേണ്ടി വളരെ വളരെ അധ്വാനിച്ചു. അതുപോലെ ഡോക്ടർ ജോസഫ് സാറ് എല്ലാ സപ്പോർട്ടും കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റ് മീറ്റിങ്ങും ഓണം സെലിബ്രേഷനും വളരെ നന്നായിട്ട് കഴിഞ്ഞ 30-ാം തീയതി കഴിഞ്ഞു. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, എറണാകുളം ഡിസ്ട്രിക്റ്റില് പ്രതീക്ഷിച്ചത്ര മെമ്പേഴ്സ് ജോയിൻ ചെയ്തില്ല. നമ്മൾ എറണാകുളത്തുള്ളവരെല്ലാവരും എങ്കിലും ജോയിൻ ചെയ്യുമെന്ന് കരുതിയിരുന്നു. പക്ഷെ ഓണത്തിന്റെ തിരക്കിലായിരിക്കാം പലർക്കും എത്തിച്ചേരാൻ പറ്റിയില്ല. ആ അവസരം വളരെ വളരെ ഉപയോഗപ്രദമായിരുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കാണുവാനും പരിചയം പുതുക്കുവാനും ആശയങ്ങൾ കൈമാറുവാനും നമ്മുടെ പരിപാടികളെ പറ്റി വിലയിരുത്തുവാനും പുതിയ പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കുവാനും എല്ലാം വളരെയധികം സഹായിച്ചു. ഇനി ഇങ്ങനെ ഭാവിയിൽ വരുന്ന മീറ്റിങ്ങുകളിൽ എല്ലാ മെമ്പേഴ്സും, കഴിയുന്നത്ര മെമ്പേഴ്സ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ്. കാരണം നമ്മൾ മീറ്റ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഗുണകരമാണ്. നമുക്ക് പലരുടെയും കാണുവാനും അറിയുവാനും ആശയങ്ങൾ കൈമാറുവാനും നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ അസോസിയേഷൻ എന്തൊക്കെയാണെന്ന് പറയുവാനും നമ്മളെ സഹായിക്കും. നമ്മുടെ അസോസിയേഷൻ വളരണമെങ്കിൽ എപ്പോഴും നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വരുന്ന മീറ്റിങ്ങുകളിൽ, ഇങ്ങനെ ഉണ്ടാകുന്ന ഒക്കേഷനുകളിൽ കൂടുതൽ മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു വലിയ വെൽ നോൺ വണ്ടർഫുൾ ഗസ്റ്റ് സ്പീക്കറാണ് ടോമി തരക്കുന്നൽ. ആൻഡ്സ് ആർ ഡേഞ്ചറസ്. വളരെ ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവായ സബ്ജക്റ്റ് ആയിരിക്കും. എവരിബഡി വിൽ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ദിസ് എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. ഓൾ ദോസ് ഹു അറ്റൻഡ് ദിസ് മീറ്റിംഗ് വിൽ ബെനിഫിറ്റ് ഔട്ട് ഓഫ് ടോമി തരക്കുന്നൽ's class, because he is going to take a very informative and interesting topic. ടോമി സാർ ഇങ്ങനെ ഒരു ടോക്കിന് വില്ലിംഗ് ആയതും അക്സെപ്റ്റ് ചെയ്തതിലും എൻ്റെ പ്രത്യേകം നന്ദി ടോമി സാറിനോട്. അതുപോലെ ഒരിക്കൽ കൂടി ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഓവർ ടു MC. താങ്ക് യു. താങ്ക് യു സർ. നമ്മുടെ ഉറവിന്റെ തുടക്കം മുതൽ ഇന്നേ ദിവസം വരെ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റായ PV ജോസഫ് സർ. സാറിന്റെ ഒരു ചുക്കാൻ പിടുത്തത്തിലൂടെയാണ് ഈ ഉറവ് വെബിനാർ
കടന്നു പോകുന്നത് തന്നെ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, റിസോഴ്സ് പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Thank you. I am very happy to introduce today's speaker. എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ടോമി തറക്കുന്നി സാറ്. ഞാനും ഒക്കെ വളരെ കാലത്തെ സൗഹൃദമുണ്ട്. സാറ് കൃഷി വകുപ്പിലെ കൃഷി ഓഫീസർ, ഞാൻ ക്ലർക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിലൊന്നും കണ്ടിട്ടില്ല. കുറച്ചു കാലം ക്ലർക്കായിട്ടും പിന്നീട് ഞാൻ സയൻറ്റിഫിക് അസിസ്റ്റൻ്റായിട്ടും വർക്ക് ചെയ്തു. ഒരു 5-6 കൊല്ലത്തോളം കൃഷി വകുപ്പിൽ ഞാനും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സാർ കൃഷി ഓഫീസറായിരുന്നു, പിന്നീട് പ്രൊമോഷനായി അസിസ്റ്റൻ്റ് ഡയറക്ടറായി, ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ലീഡറായി. അങ്ങനെ സാറ് റിട്ടയർ ചെയ്തു. സാറിന് പറഞ്ഞെങ്കിൽ 2 തരം ഓഫീസേഴ്സുണ്ട്. അപ്പോൾ പ്രൊഫഷനെ പാഷനാക്കിയവരുണ്ട്, പാഷനെ പ്രൊഫഷനാക്കിയവരുണ്ട്. സാറിന് ഇത് രണ്ടും ചേരും. സാറിന് കൃഷി പ്രൊഫഷനായിരുന്നു, അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് പാഷനേറ്റ് ഓൾസോ. ഇറ്റ് വാസ് എ പാഷനേറ്റ് അഗ്രികൾച്ചറിസ്റ്റ്. ഇപ്പോഴും അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൃഷി ഒരു പാഷനാണ്. അത് മാത്രമല്ല, സൈക്കോളജി പാഷൻ, കൗൺസിലിംഗ് പാഷനാണ്, ട്രെയിനിങ്ങും പാഷനാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ ഒരു മൾട്ടി ഫാസറ്റഡാണ്. പല മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കാണാൻ കഴിയും. സൈക്കോളജിയിൽ അദ്ദേഹത്തിന് നല്ല ഡിഗ്രി, ട്രെയിനർ എന്ന നിലയ്ക്കും അദ്ദേഹം വളരെ ഷൈൻ ചെയ്യുന്ന ആളാണ്. അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ട്രെയിനറാണ്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ട്രെയിനറാണ് അദ്ദേഹം. അതുപോലെ തന്നെ മാസ്റ്റർ ട്രെയിനറാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ. പോസിറ്റീവ് കമ്മ്യൂണിൻ്റെ സർട്ടിഫൈഡ് ട്രെയിനറാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് പോസിറ്റീവ് കമ്മ്യൂൺ കൊച്ചിയുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. അങ്ങനെ പല മേഖലകളിൽ അദ്ദേഹം പല റോളുകളും വഹിച്ചുകൊണ്ടിരിക്കുക. കൗൺസിലിങ്ങിൽ കൗൺസിൽ സൈക്കോളജിയിൽ അദ്ദേഹത്തിന് PG ഡിപ്ലോമയുണ്ട്. അഗ്രികൾച്ചറിൽ BSc ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ, അല്ലാതെ ഒരു അഗ്രികൾച്ചർ ഓഫീസർ ആവാൻ കഴിയില്ല. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയും അദ്ദേഹത്തിനുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം റീജിയണൽ മാനേജർ, മുത്തൂറ്റിൻ്റെ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു. താമരശ്ശേരി ഡയോസിസിൻ്റെ പ്രോജക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഇന്നത്തെ സ്പീക്കർ ടോമി തറക്കുന്നി സാറ്. ആൻസർ ഡേഞ്ചറസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. അപ്പോൾ അത് ഒരു ടൈറ്റിൽ രസകരമാക്കിയെന്നേ ഉള്ളൂ. ഉറുമ്പുകളെ കുറിച്ചൊന്നും അല്ല പറയാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാർ എന്തിനെക്കുറിച്ച് പറഞ്ഞാലും വളരെ രസകരമായിട്ട് അത് അവതരിപ്പിക്കാനുള്ള ഒരു സ്കില്ല് സാറിനുണ്ട്. സാറിന് ഏവർക്കും വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നു. ഓവർ ടു MC ജയശ്രീ മാഡം. താങ്ക് യു ജോസഫ് സാർ. വളരെ സാറിന്റെ ചിരകാല കുറെ ദിവസങ്ങളായിട്ടുള്ള ഒരു സുഹൃത്താണ് ടോമി സാർ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ടോമി സാറിന്റെ ഇന്നത്തെ ടോപ്പിക്ക് എന്തോ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും നമുക്കത് എന്താണോ എന്നുള്ളത് അറിയാനായിട്ട് അവരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഒത്തിരി കൂടി വന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇനി സാറിന് ഈ പ്ലാറ്റ്ഫോം സാറിനോട്ട് കൈമാറുന്നു. ഓവർ ടു യു സർ. താങ്ക് യു MC ജയശ്രീ മാഡം. ഈ ഫ്ലോറിലുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ഞാൻ ഒറ്റ വാക്കിൽ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഞാനൊരു വലിയ സബ്ജക്റ്റ് ഒന്നും എടുത്തിട്ട് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വിചാരിക്കുന്നില്ല. കാരണം ഇൻഫർമേഷൻ തരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറേ നോളജ് തരിക എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം വളരെ ഞാനിവിടെ എൻ്റെ മുമ്പിൽ കാണുന്ന മുഴുവൻ ആൾക്കാരും വളരെ എമിനന്റ് പേഴ്സണാലിറ്റീസ് ആണ്. വളരെയധികം അറിവുകളും വളരെയധികം ലോകപരിചയവും ഒത്തിരി ട്രെയിനിങ്ങുകളും ഒക്കെ ഉള്ളതാണ്. ഒത്തിരി സബ്ജക്റ്റുകളും കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറയുന്നത് ഇല്ല. ഞാൻ ചെറിയൊരു സബ്ജക്റ്റ്, ഒരു ഉറുമ്പിനെ കുറിച്ച് മാത്രം, ചെറിയ ഉറുമ്പ് കടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നിസ്സാരമായിട്ട് എല്ലാവരും കാണുന്ന ഒരു കാര്യമല്ലേ, ഉറുമ്പിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഉറുമ്പിനെ കുറിച്ച് മാത്രം ചെറിയൊരു സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ പോലും എൻ്റെ ലാപ്ടോപ്പിൽ പോലും ഉറുമ്പ് കയറി വരുന്നത്, ഇതിൻ്റെ വരവ് കണ്ടാത്തൊന്നും ഇവിടെ ഏതാണ്ട് ബിരിയാണി കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നുമില്ല, നമ്മൾ ബിരിയാണി ഒന്നും കൊടുക്കുന്നില്ല. വളരെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ജീവികളുണ്ട്. ഈ ജീവികൾക്കൊക്കെ മനുഷ്യൻ പോറ്റുന്നുണ്ട്. ആകാശത്തിൽ പറന്നു നടക്കുന്ന പക്ഷികൾക്കും തെരുവിൽ ഓടി നടക്കുന്ന സ്ട്രീറ്റ് ഡോഗ്സിനും ഒക്കെ മനുഷ്യൻ ഭക്ഷണം കൊടുക്കുകയും അതിനെയൊക്കെ പല രൂപത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഉറുമ്പിനെ ആരെങ്കിലും വളർത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വളർത്തിയിട്ടുണ്ടോ?
ഇല്ല. ജോസഫ് സാറ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ചെറിയ അനുഭവമുണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന് ചെറിയ അനുഭവമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയിൽ കീടങ്ങളായിട്ടുള്ള ചില പുഴുക്കളെ തിന്നാൻ വേണ്ടി നീറ് പോലെയുള്ള ഉറുമ്പിനെ പിടിച്ചുകൊണ്ടുവന്ന് വിടാറുണ്ട്, പക്ഷെ വളർത്താറില്ല. അങ്ങനെ പിന്നെ ചെയ്യാറുണ്ട്. പക്ഷെ ഉറുമ്പിനെ ആരും ഉറുമ്പ് കടിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞാൽ ആരും സ്നേഹിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്ന നമ്മുടെ കേരളത്തിലെ സംസ്കാരത്തില് തിരുവോണത്തിന്റെ അന്ന് ഓണത്തിനോടനുബന്ധിച്ച ഒരു ഉറുമ്പൂട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഈ വർഷം ആരെങ്കിലും ചെയ്തിരുന്നോ? ഓണത്തിന് ഉറുമ്പൂട്ട് ആരെങ്കിലും ചെയ്തിരുന്നോ? ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ഉറുമ്പൂട്ട് എന്നാ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇല്ല, തിരുവോണത്തിന്റെ അന്ന് തന്നെയാണ് ചെയ്യുക. വീടിന്റെ 4 മൂലയിലും തൂശനിലയില് തൂശനിലിട്ട് അതില് വിവിധ ചോറും അരിയുടെ പൊടിയും അങ്ങനെയുള്ള എന്തൊക്കെയോ ശർക്കര സഹിതമുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാവേലിയുടെ കൂട്ടത്തിൽ ഉറുമ്പുണ്ടാവും എന്നാണ് വിശ്വാസം. അത് ചില ഭാഗങ്ങളിൽ, കേരളത്തിന്റെ തന്നെ ചില ഭാഗങ്ങളിൽ ആഘോഷിക്കുന്നുണ്ട്. അത് മാത്രമേ ഉറുമ്പിനെ പോറ്റുന്നതായിട്ടൊരു ചരിത്രം ഞാൻ കേട്ടിട്ടുള്ളൂ. ഏതാണേലും ഉറുമ്പിനെ സ്നേഹിച്ച ഒരു സന്യാസിയുടെ കഥ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എല്ലാ ജീവികളോടും വളരെ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘമായ താടിയിൽ ഒരു ദിവസം ഒരു നീറ് കയറി കൂടിയത്രേ. അപ്പൊ ഈ നീറ് കയറി കൂടിയപ്പോൾ സന്യാസി വിചാരിച്ചു, ഈ നീറിനും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതായിരിക്കുമല്ലോ, ഇതിനെ ഞാൻ കൊന്നു കളഞ്ഞാൽ വലിയ കഷ്ടമല്ലേ, അത് ചെയ്യാൻ ശരിയല്ല. അപ്പൊ ഇതിന്റെ കൂട്ടിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ താടി അതേപോലെ കൊണ്ട് ഈ നീടുംകൂട്ടിൽ വെച്ചു കൊടുത്തു, അങ്ങ് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടായ സംഭവങ്ങളൊന്നും പറയാനില്ലല്ലോ. ഏതാണേലും അതോടുകൂടി നീറിനോടുള്ള സ്നേഹം ആ സന്യാസിക്ക് തീർന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചെറിയ ഈ ഉറുമ്പിനെ കുറിച്ചുള്ള ചെറിയ സബ്ജക്റ്റ് ഞാനിവിടെ പ്രസന്റ് ചെയ്തു കൊള്ളട്ടെ. സ്ക്രീൻ വരുന്നുണ്ടല്ലോ അല്ലേ? യെസ്, വരുന്നുണ്ട്. ഓക്കെ, ഫുൾ സ്ക്രീൻ ആയല്ലോ അല്ലേ? അതെ. ഓക്കെ, ഇത് ഈ ആൻസ് എന്ന് പറയുന്ന ഹൗസ് ഓഫ് ആൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഞാൻ ഒരിടത്ത് കണ്ടു. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്താണ്. ഇത് എറണാകുളത്ത് തന്നെയാണ്, കടവന്തറയുള്ള ഒരു വീടിന് മുന്നിലാണ്. അപ്പൊ ഞാൻ അന്വേഷിച്ചു, ഇത് ഉറുമ്പിനെ കുറിച്ച് ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ ഉറുമ്പിനെ ഒന്നും വളർത്തുന്നില്ല. ഏതാണേലും അങ്ങനെ അവർ വേറെന്തോ ഒരു ഇതിൽ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പം അതങ്ങനെ നിൽക്കട്ടെ. ഏതാണേലും നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് മുന്നോട്ട് പോവാം. ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അവൻ എത്ര വലിയ കുറുമ്പ്, എത്ര ചെറിയൊരുറുമ്പ്, അവൻ എത്ര വലിയ കുറുമ്പ്, എത്ര വലിയവനെയും അവൻ ഇത്തിരി വേദനയാക്കും, അവൻ ഇത്തിരി വേദനയാക്കും. അതെ, എത്ര വലിയവനെയും അവൻ ഇത്തിരി വേദനയാക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്ന് ആൻസർ ഡേഞ്ചറസ് എന്നുള്ളതിന്റെ ഒരു ചോദ്യമാണ്. നമുക്ക് പഠിക്കാം. എൻ്റെ ഒബ്ജക്റ്റീവ് ഇതാണ്: ബൈ അറ്റൻഡിങ് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം ഓൾ പാർട്ടിസിപ്പൻസ് വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ആക്ട് ആൻഡ് ഹൗ ടു കൺട്രോൾ ഇറ്റ് ടു ഹാവ് ഹാപ്പിനെസ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൂടുതൽ പകരാനായിട്ടുള്ള ഒരു ഉദ്യമമാണ് എൻ്റേത്. അപ്പോൾ ആൻറ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആൻറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നമ്മൾ ധാരാളം കുഞ്ഞുനാളിലൊക്കെ നമ്മൾ വളരെയധികം ഹാപ്പിയാണ്. പക്ഷെ പിന്നീട് നമ്മുടെ ഹാപ്പിനെസ് അങ്ങ് കുറഞ്ഞു പോവുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഹാപ്പിനെസ് കുറഞ്ഞു പോകുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. അത് ഉറുമ്പിനെ ഉപയോഗിച്ച് തന്നെ നമുക്ക് നോക്കാം. ആൻറ്റിനെ ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണഗതിയിൽ അതിനെ നമ്മൾ വലിച്ചു കീറി അനലൈസ് ചെയ്യും. അങ്ങനെ ഉറുമ്പിനെ നമുക്ക് 3ആയിട്ടൊന്ന് കഷ്ണം തിരിക്കാം. എ, എൻ, ടി ഇതൊക്കെ എന്താണെന്ന് നോക്കാം. എ എന്നുള്ളതിന് നമ്മൾ ഓട്ടോമാറ്റിക് എന്ന് കൊടുക്കാം, എൻ നെഗറ്റീവ് ആയിട്ട് കൊടുക്കാം, ടി തോട്ട്സ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. അത് ഉറുമ്പുമായിട്ട് വളരെയധികം സാമ്യമുള്ളത് കൊണ്ട് അതിൻ്റെ ഉറുമ്പുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയായിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ഗമനവും എന്ന് ഞാൻ അറിയിക്കുകയാണ്. അപ്പം ഓട്ടോമാറ്റിക് തോട്ട് എന്തൊക്കെയാണ്? ഓട്ടോമാറ്റിക് തോട്ട്സ് ആർ ഇമേജസ്, വേർഡ്സ് ഓർ അതർ കൈൻഡ്സ് ഓഫ് മെന്റൽ ആക്ടിവിറ്റി ദാറ്റ് പോപ്പ് ഇൻ ടു യുവർ ഹെഡ് ഇൻ റെസ്പോൺസ് ടു എ ട്രിഗർ. നമ്മളെ ഏതെങ്കിലും രൂപത്തിൽ ചൊടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം അത് വേർഡ്സ് ആയിട്ടോ ഇമേജ് ആയിട്ടോ മെന്റൽ ആക്ടിവിറ്റി ആയിട്ടോ നമ്മളിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് തോട്ട് എന്ന് പറയുന്നത്. ദീസ് തോട്ട്സ് ക്യാൻ സീൻ മുണ്ടേൻ ഓർ അൺഇമ്പോർട്ടൻറ്റ്, ബട്ട് ദേ ക്യാൻ എക്സ്ട്രീംലി ഇമ്പാക്ട്ഫുൾ.
ഇത് പലപ്പോഴും നമുക്ക് വലിയ ഒരു പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഉറുമ്പിന്റെ ഒരു ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മളിത് നിസ്സാരം, അത് ചിന്തകൾ എങ്ങനെ വരും പോകും, അതിനെക്കൊണ്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല. ഒരു ഉറുമ്പ് കടിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ആരോ എന്തോ എന്നോട് എന്തോ പറഞ്ഞോ ഇല്ലായിരിക്കും. അപ്പം അങ്ങനെ വളരെ നിസ്സാരമായിട്ടൊക്കെ കരുതും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ. പക്ഷെ ഇത് വളരെ ഇമ്പാക്ട്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. നമുക്കൊരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കഥ നോക്കാം. വളരെ സ്നേഹത്തിൽ കഴിയുന്ന അടുത്തടുത്തുള്ള വീടുകൾ, അവരെല്ലാവരും മതിലുകളില്ലാത്ത വീടുകളാണ് അവിടെ. അവരെല്ലാവരും വളരെ സ്നേഹത്തിൽ കഴിയുന്നു. അവിടെ ചെറിയ ചെറിയ സംഭവങ്ങൾ എങ്ങനെ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകുന്നു എന്നും അതിന്റെ ഇമ്പാക്ട് എന്താണെന്നും നമുക്കൊന്ന് കാണാം. എനിക്ക് അന്തർക്കാന്റെ കണ്ടത്ത് കൂടി ലീലന്റെ മിറ്റത്തൂടി അങ്ങ് എത്തിയില്ല. ഞാനിലോട്ട് പോടി, ഞാൻ ഇതിലോട്ട് പോന്നേ. ആയിക്കോട്ടെ. നീ ദേവൂട്ടനോട് പിന്നെ വരുവാൻ പറയണേ. വാതിലല്ല അടിച്ചിട്ടല്ലോ, ഇവിടെ ആരില്ലോടി. ചെറിയ സംഭവങ്ങളെ കൊണ്ട് മനസ്സിൽ ഇങ്ങനെ കയറിക്കൂടുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, അങ്ങനെ പ്രശ്നം കൂടിയാൽ ഇതേപോലെ കുത്തിയിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വാട്ട് ആർ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്? നമുക്കൊന്ന് നോക്കാം. ഇത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ തുടർന്നോട്ടെ, നമുക്ക് ലാസ്റ്റ് സംസാരമാക്കാം അല്ലേ? ഓക്കെ. ആൻസ് ആർ തിങ്കിങ് പാറ്റേൺ ദാറ്റ് ഡസ് നോട്ട് മാച്ച് റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്ത തിങ്കിങ് പാറ്റേൺ ആണ്. ആൻസ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ആണ് കേട്ടോ, ഇവിടെ നമ്മുടെ ഉറുമ്പല്ല. ആൻസ് ആർ റിപ്പീറ്റീവ് നെഗറ്റീവ് തോട്ട്സ് ദാറ്റ് കം ടു അവർ മൈൻഡ് ഓട്ടോമാറ്റിക്കലി വിത്തൗട്ട് എനി കോൺഷ്യസ് എഫേർട്സ്. They are often associated with mental health conditions such as depression, anxiety and stress. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ് എല്ലാം ചോർത്തിക്കളയുന്ന ഒരു വലിയ സംഭവമാണ് ഇത്. അപ്പം നമുക്ക് ഡിപ്രഷനും ആൻസൈറ്റി, സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാരണമാകും. ഈ ആൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുവെ സ്ട്രോങ്ങർ ആയിരിക്കും. നമ്മുടെ സാധാരണ നല്ല തോട്ട്സിനേക്കാളും ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടാണ് ആൻസ് നമ്മളിലേക്ക് കടന്നു കൊടുക്കുക. പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളെ വല്ലാതെ പ്രശ്നങ്ങളിലേക്കാവും. ഒരു യഥാർത്ഥ സംഭവങ്ങൾ, തിങ്സ് ദാറ്റ് ഹാപ്പൻ, വളരെ ചുരുങ്ങിയതും തിങ്സ് ദാറ്റ് ഡിസെൻറ്റ്, ഇതായിരിക്കും നമ്മളെ ആൻസൈറ്റിയിലേക്ക് വളർത്തുക. വാട്ട് യു വറി അബൌട്ട്, അത് നമ്മളെ വളരെ കൂടുതലായിട്ട് നമ്മളെ ബാധിക്കും. പക്ഷെ സത്യത്തിൽ വളരെ നിസ്സാരമായ കാര്യമായിരിക്കും ഉണ്ടാകുക. Negative emotions and feelings are stronger than positive emotions and feelings. They are more powerful motivators. അപ്പോൾ അങ്ങനെ കൂടുതൽ നമ്മളെ നെഗറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഗ്രീഡ്, ഹേറ്റ്, ലസ്റ്റ്, ജലസി, ആങ്കർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ലവ്, എമ്പതി, കൈൻഡ്നസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള പോസിറ്റീവ് തോട്ട്സ് നമുക്ക് പൊതുവെ കുറവായിരിക്കും. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇത് ഞാൻ ജോസഫ് സാർ എന്നെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ എനിക്ക് കൃഷിയോട് ഒരല്പം താല്പര്യമുണ്ട്. പക്ഷെ ഞാനൊരു ആ വാക്ക് ഉപയോഗിക്കില്ല. ഞാൻ അധികം സ്ഥലമൊന്നും വെറും 10 സെന്റുകാരനാണ്. അപ്പൊ എനിക്ക് കൃഷി ചെയ്യാനായിട്ടുള്ളത് എൻ്റെ ടെറസിന്റെ മുകളിലാണ്. അപ്പോൾ ടെറസിന്റെ മുകളിൽ കുറച്ച് ഒരു 3-4 ബെഡൊക്കെ ഉണ്ടാക്കി ഞാൻ പച്ചക്കറിയൊക്കെ നന്നായിട്ട് എൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി, എൻ്റെ ആവശ്യത്തിന് അയൽവക്കക്കാർക്ക് കൊടുക്കാൻ, വരുന്ന വീട്ടിൽ സന്ദർശിക്കുന്നവർക്ക് കൊടുക്കാൻ ആവശ്യമുള്ള പച്ചക്കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ പോയി. ഞങ്ങളൊരു 3-4 മാസം ഇതിൻ്റെ ഇടയ്ക്ക് ഡൽഹിയിലായിരുന്നു. അവിടെ താമസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ ആ ടെറസിലെ ബെഡിന്റെ ഒരു സ്ഥിതിയാണിത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു ഉള്ളൂ. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഏറ്റവും ഗ്രോത്തിൽ വളരുന്ന ഈ ചെടി എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. എന്താണെന്ന് പറയാം ആർക്കെങ്കിലും? പല പേരും പലയിടത്തും പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നല്ല പൂവുള്ള ചെറിയ ചെടികളും നിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ശക്തി വളരെ കുറവാണ്. ഈ ചൊറിയണം ഇങ്ങനെ അമർത്ത് വളർന്ന് അവിടെയെല്ലാം വ്യാപിച്ച് നിൽക്കുക. ഞാൻ അതിനെയെല്ലാം പറിച്ചു കളഞ്ഞു. മറ്റേ ചെടികളെ ഞാൻ പറിച്ച് ചട്ടിയിലാക്കി എൻ്റെ മതിലിൽ വെച്ചു.
അതിൻ്റെ സീനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉറുമ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിനെ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, അത് കമ്പയർ ചെയ്തതായുള്ള ഒരു കാരണം എന്നാണ് വെച്ചാൽ ഇതിന് തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. കാരണം ഒരു കാരണവശാലും ഇതിനെ രണ്ടിനെ നമ്മൾ ക്ഷണിക്കാതെ ഇങ്ങ് കയറി എത്തിക്കോളും, എവിടെ വേണേലും കയറി എത്തിക്കോളും. ബോത്ത് ആർ നോട്ട് നീഡ് നോട്ട് ഇൻവൈറ്റിംഗ്. ദ പ്രൈമറി അറ്റാക്ക് ഓഫ് ബോത്ത് വിൽ ബി ലെസ് നോട്ടീസ്ഡ്. ആദ്യം ഒരു ഉറുമ്പ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല. അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്തകളെ നമ്മൾ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുകയില്ല. ഇഫ് യു ഡോണ്ട് കൺട്രോൾ ഇറ്റ് ഇൻ ഏർലി സ്റ്റേജ് വി ലോസ്റ്റ് അവർ മെന്റൽ പീസ്, ഹെൽത്ത്, മണി, റിലേഷൻഷിപ്പ് എല്ലാം. അത് നമ്മൾ ആ വീഡിയോയിൽ കണ്ടു കാണും. ഇതെല്ലാം ആ ഒരു പ്രദേശത്ത് കുടുംബങ്ങളിൽ തമ്മിൽ വീട്ടിൽ തല്ലും പിടി ഉണ്ടാവുന്നു, അയൽക്കാർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നു, വഴിയാ പോകുന്നവനോട് പോലും തട്ടിക്കയറുന്നു. അങ്ങനെ നമ്മുടെ മെന്റൽ ഹെൽത്തും റിലേഷൻഷിപ്പും പണവും ആരോഗ്യവും ഭാര്യയെ തല്ലുന്നൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം നശിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന ആൻറ്റിൻ്റെ ഉപദ്രവം കൊണ്ട് നമുക്കുണ്ടാകുന്നത്. ആൻറ്റി ആ കൂട്ടത്തോടെ ഇങ്ങനെ കയറും കേട്ടോ. നമ്മുടെ മൈൻഡ്, അവർ മൈൻഡ് ഓർ സൈക്കി ഈസ് തോട്ട് ആൻഡ് എമോഷൻസ്. ചിന്തയും നമ്മുടെ വികാരങ്ങളും കൂടെ കൂടിയതാണ് നമ്മുടെ സൈക്കി. വെൻ വി ബോൺ ഒൺലി എമോഷൻസ് ആർ ദർ. നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് എമോഷൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ ചിന്തകളില്ല. മൈൻഡ് കനോട്ട്. പക്ഷേ നമ്മൾ വളർന്നു വരുമ്പോൾ മൈൻഡ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് തോട്ട്സ്. നമുക്ക് ചിന്തയില്ലാതെ നിൽക്കാനേ കഴിയില്ല. എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഉറക്കത്തിൽ പോലും നമ്മൾ ചിന്തിക്കുന്നുണ്ടെന്നല്ല പറയുക. അതുകൊണ്ടല്ലേ നമുക്ക് ഡ്രീംസ് ഉണ്ടാകുന്നത്. ഉറക്കത്തിൽ പോലും, ഒരുവിധ ഉറക്കത്തിൽ പോലും, ഉറക്കത്തിൻ്റെ വിവിധ സ്റ്റേജുകളിൽ, അതിൻ്റെ 3 സ്റ്റേജിലും നമ്മൾ ചിന്തകളിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഡീപ്പ് സ്ലീപ്പിലേക്ക് വരുന്ന അപൂർവത്തിൽ ചുരുങ്ങിയ സമയത്ത് മാത്രമേ നമ്മൾക്ക് ചിന്തകളില്ലാതെ വരുന്നുള്ളൂ. പക്ഷെ എങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇവിടെയുള്ള പലരും അതിനെ എതിർക്കുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തകളില്ലാതെ യോഗയും മെഡിറ്റേഷനിലും ഒക്കെ ഇരിക്കുന്ന പലരും ഉണ്ടാവും. ആ സമയത്ത് മാത്രം നമുക്ക് ചിന്തകളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ കഴിയും കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ ചിന്തയില്ലാതെ ഇരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നിങ്ങൾ പറയും. എങ്ങനെയാണ് ആൻസ് ഡെവലപ്പ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ആൻസ് ക്യാൻ ഡെവലപ്പ് ബൈ ഇയർലി എക്സ്പീരിയൻസ്. നമ്മുടെ വളരെ ചെറുപ്പകാലത്തിലെ എക്സ്പീരിയൻസ് കൊണ്ട്, പല അനുഭവങ്ങളെ കൊണ്ട്. ആൻസ് എന്ന് പറയാൻ നെഗറ്റീവ് ചിന്തകളാണ് കേട്ടോ. ചിന്തകളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവുന്നു എന്നാണ് നമ്മളിവിടെ. ഓക്കെ ഓക്കെ. പിന്നെ ജന്മനാ ഉള്ള ചില ഡിസ്പോസിഷൻ, ചില മോശമായ എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അമ്മയുടെ ചിന്തകൾ പോലും നമ്മളെ ദോഷകരമായിട്ട് കുട്ടികളെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ ജനറ്റിക് പ്രീ ഡിപ്പോസിഷൻ ഉണ്ടാവാം. ആൻഡ് ഓൺ ഗോയിങ് സ്ട്രെസ് കൊണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാവാം. ഹൗ മച്ച് നെഗറ്റീവ് തോട്ട്സ്, അത്രമാത്രം നെഗറ്റീവ് തോട്ട്സ് നമ്മളിലേക്ക് വരുന്നുണ്ട്. ശരിക്കും 40,000 മുതൽ 60,000 65,000 ചിന്തകൾ വരെ നമ്മൾ ഓരോരുത്തരിലൂടെ ഓരോ ദിവസവും കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അതിൽ 80 മുതൽ 95% വരെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അത് നമുക്ക് സംശയമില്ലാത്തൊരു കാര്യമല്ല. കാരണം നമ്മൾ രാവിലെ പത്രം എടുക്കുമ്പോൾ തന്നെ കാണുന്നത് വാഹനാപകടം, തുടർന്ന് നമ്മൾ കാണുന്നത്, ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ക്രൂരമായ ബലാത്സംഗം, അപ്പുറത്ത് കൊലപാതകം. ഇങ്ങനെ ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കണ്ട് ഷോ ഇങ്ങനെ വെച്ച് ആണ് നമ്മൾ ഒരു ദിവസം പത്രം വായിച്ച അല്ലെങ്കിൽ TV കണ്ട് നമ്മൾ ഇതാകുക. വാർത്താമാധ്യമങ്ങൾ മുഴുവൻ നെഗറ്റീവ് റിപ്പോർട്ടുകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനോട് നമുക്ക് എന്തോ ഒരു ആകർഷണമുണ്ട്. അപ്പോൾ ഈ ആകർഷണത്തെ മുതലെടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളല്ലാന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ വളരെ ബലം പിടിച്ച് നിന്നില്ലെങ്കിൽ എന്തായാലും നമ്മളിലേക്ക് നെഗറ്റീവ് സോഴ്സ് മാത്രമേ പുറമേ നിന്നും വരുള്ളൂ. അതിനെ നേരിട്ട് നിൽക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാം ചെയ്യുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സന്തോഷിപ്പിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. എൻ്റെ ഓഫീസിൽ എൻ്റെ ബന്ധുക്കൾ എന്നെ എന്നുള്ളത് നമ്മുടേതാണ്, അല്ലാതെ നമുക്ക് ആർക്കും ചെയ്യാൻ കഴിയില്ല. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ പല ആൾക്കാരും ഒരു നമ്മളോട് നല്ലത് പറയാതല്ല, എല്ലാവരും എപ്പോഴും നെഗറ്റീവേ പറയാറുള്ളൂ. ശരിക്കും ഒരു ഇതിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു അസാധാരണ കഴിവുള്ളൊരു പട്ടിയെ കിട്ടി. നടക്കാൻ അല്ല, വെള്ളത്തിലൂടെ മുകളിലൂടെ നടക്കാൻ കഴിവുള്ളൊരു പട്ടി.
ഈ പട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വലിയ സന്തോഷമായി, ഇതൊരു അത്ഭുതം, ഇതാണല്ലോ, എനിക്ക് എല്ലാവരും വളരെ ബഹുമാനം തരും, സ്നേഹം തരും എന്നൊക്കെ വിചാരിച്ച് ഇയാൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഈ പട്ടിയെ ഒരു കുളത്തിന്റെ സൈഡിൽ ഇരുന്നിട്ട് കുളത്തിലേക്ക് ഒരു ബ്രെഡിന്റെ കഷ്ണം എറിഞ്ഞിട്ട് പട്ടിയോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പട്ടി അത് നടന്നു പോയി എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞു. ഇദ്ദേഹം ഇത് കണ്ടു, കൊള്ളാമെന്നൊക്കെ പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ കാര്യമായ അഭിപ്രായമൊന്നും പറയാത്തപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ പട്ടിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ അങ്ങനെയാണ് സമൂഹത്തിൽ നമ്മളോട് എപ്പോഴും എല്ലാവരും നെഗറ്റീവേ പറയുള്ളൂ. ഒരു കഴുതപ്പുറത്ത് രണ്ടാൾ യാത്ര ചെയ്യുമ്പോൾ, ഒരു ഭർത്താവും ഭാര്യയും കൂടെ യാത്ര ചെയ്യുമ്പോൾ പറയുന്ന ആൾക്കാര് പുവർ ആനിമൽ, പാവം എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ടിട്ട് ഭാര്യ താഴെ ഇറങ്ങിയപ്പം ആൾക്കാർ പറയുന്നു, ഓ ഹൗ ക്രൂവൽ ഹീസ് ബൈ ഗെറ്റിംഗ് ഹിസ് വൈഫ് വാക്ക്. ഭാര്യ നടത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ എന്നെ ഭാര്യയെ കെട്ടിയിരുത്തിട്ട് ഇയാൾ നടന്നേക്കാന്ന് വിചാരിച്ചു, ഹൗ സ്റ്റുപ്പിഡ് ഹീസ് ബൈ ലെറ്റിംഗ് ഹിസ് വൈഫ് ടേക്ക് ദ റൈഡ് എലോൺ. അവരെ ഒറ്റയ്ക്ക് വിടുന്നു എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടുപേരെ ഇറങ്ങി നടന്നേക്കാന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞു, ഡോണ്ട് നോ ഹൗ ടു യൂട്ടിലൈസ് ഡോങ്കി. ഒരു കഴുത എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് രണ്ടുപേർക്കും അറിയില്ല എന്ന് പറഞ്ഞു. അതാണ് ജനം. നമ്മൾ എന്ത് ചെയ്താലും, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട് കുറെ കാലം പൂട്ടിയിട്ടതാണ്. അപ്പം നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം അതിൻ്റെ കംപ്ലീറ്റ് പായൽ പിടിച്ചിട്ടുണ്ട്. അപ്പം മഴയുടെ പോക്ക് നോക്കി ഞാനതൊന്ന് കഴിയിക്കാന്ന് വിചാരിച്ചൊരു മിഷൻ കൊണ്ട് കഴിയുന്ന ഒരാളെ വിളിച്ചു വരുത്തി കഴിയിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹെൽത്ത് സെന്ററിന്റെ ബിൽഡിംഗ് ആണ്. അപ്പം മതിൽ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അതും കൂടി അതിന്റെ മതിലും കൂടി ഒന്ന് കഴുകിയിട്ടേരാം, കാരണം നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാർ കാണുന്നത് അത് പൊതുസ്ഥാപനമല്ലേ. അപ്പം നമ്മളൊരു സേവനം ചെയ്തേക്കാന്ന് വിചാരിച്ചാൽ അതുകൂടി ഒന്ന് കഴുകാനായിട്ട് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പം ഞാനും റോഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ വഴിയെ വന്ന ഒരാൾ എന്നോട് ചോദ്യം പറഞ്ഞു, ഓ ഇതൊരാഴ്ചയും കൂടെ മുമ്പായിരുന്നെങ്കിൽ നന്നായിരുന്നു, എന്നാൽ ഇത് ചെയ്തല്ലോ എന്നുള്ള ഒരു വാക്കല്ല. അപ്പോൾ അതാണ് പൊതുജനം. അപ്പൊ ആ രൂപത്തിലേ പറയുള്ളൂ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇനി എന്തൊക്കെയാണ് ആൻഡ്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തായാലും മെന്റൽ ഫിൽറ്ററിങ് ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? No, it's interesting, sir. Continue. ഓക്കെ. നമുക്ക് ഒന്നാമത്തെ ഞാൻ വളരെ ചുരുക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പം കുറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇത് ഞാൻ കുറച്ച് പോയിന്റുകൾ മാത്രം എടുത്തിട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ നമ്മുടെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ട്സ് മെന്റൽ ഫിൽറ്ററിങ് ആണ്, അല്ലെങ്കിൽ റിവേഴ്സ് ആൽക്കമി എന്ന് പറയും. ആൽക്കമി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന ഒരു സംവിധാനത്തിനാണ് ആൽക്കമി എന്ന് പറയുക. ഈ സ്വർണം ഖനനം ചെയ്തെടുക്കണമെങ്കിൽ ധാരാളം മണ്ണ് കുഴിച്ച് അതിനകത്തുനിന്ന് വളരെ നേരിയ തോതിലാണ് സ്വർണം കിട്ടുക. അപ്പോൾ എത്രയോ മണ്ണ് കുഴിച്ച് ഖനനം ചെയ്താൽ മാത്രമാണ് ചെറിയ സ്വർണ്ണത്തരികൾ കിട്ടുക. അതുപോലെ ആണ് പലരും മെന്റൽ ഫിൽറ്ററിങ്. എത്രയോ വലിയ നന്മകൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് ചെറിയ ചെറിയ തിന്മകൾ മാത്രം എടുത്തിട്ട് ഒരു ഡാർക്ക് ഗ്ലാസ് ഉപയോഗിച്ച് നമ്മൾ കാണുന്നത് പോലെ എല്ലാത്തിലും തിന്മകൾ കാണുന്ന ഒരു സ്വഭാവം, അതാണ് ഒരു ആൻഡ്. രണ്ടാമത്തെ ആൻഡ് എമോഷണൽ റീസണിങ് ആണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി, അപ്പൊ മറ്റെല്ലാവരും ശരിയല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാവരും എനിക്കെതിരാണ്, പറഞ്ഞത് ശരിയല്ല എന്നുള്ള ഒരു റീസണിങ് കൊടുക്കുന്ന ഒരു സംവിധാനം. മൂന്നാമത്തെ കാസ്ട്രോഫൈസിങ് അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്നാണ് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുരന്താത്മക ചിന്ത അതിന് പറയാം. തിങ്കിങ് ഡിസാസ്റ്റർ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മളൊരു അപകടം വരാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് എല്ലാം ഒരു നെഗറ്റീവായിട്ട്, നാളെ കുറിച്ച് നമുക്ക് ദോഷമേ സംഭവിക്കൂ എന്നുള്ള ഒരു ചിന്ത, അതാണ് അടുത്ത ആൻഡ്. നാലാമത്തത് മേക്കിംഗ് ഡിമാൻഡ്സ്. ഒരു മമ്മൂട്ടി പറഞ്ഞ പോലെ എല്ലാത്തിനും മറ്റുള്ളവരെ കുറ്റം പറയുക. നമ്മൾ ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഞാൻ സന്തോഷിക്കൂ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇന്ന പോലെ ചെയ്താൽ മാത്രം, ഭാര്യ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് സന്തോഷമില്ലാത്തത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് സന്തോഷം വരാത്തത്, അല്ലെങ്കിൽ ഈ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് സന്തോഷം വരാത്തത്. അങ്ങനെയൊക്കെ ഡിമാൻഡ്, മറ്റുള്ളവർ നമ്മുടെ പുറത്തേക്ക് നമ്മൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരവസ്ഥ, അതും ഒരു ആൻഡാണ്. നാലാമത്തെ ലേബലിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് പലതും നമ്മൾ സമൂഹത്തിൽ പലതിനും മാർക്ക് ചെയ്ത് നമ്മൾ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെയാണ്, അതങ്ങനെ സംഭവിക്കും. അത് ഈ സീൽ ചെയ്ത് വെക്കുന്നത് ഒരിക്കലും പോസിറ്റീവ് ആയിരിക്കില്ല. നമ്മൾ പലപ്പോഴും മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് കേട്ടോ, നമ്മൾ ആരും കുറ്റം പറയണ്ട. പൊതുവെ നമ്മൾ സീൽ ചെയ്ത് വെക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളിലായിരിക്കും. അപ്പം
ആ നെഗറ്റീവായിട്ട് നമ്മൾ ലേബൽ ചെയ്തത് അതങ്ങനെ സംഭവിക്കും, അതങ്ങനെയാണ്, അവനങ്ങനെയാണ് എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയുന്ന ഒരവസ്ഥയാണ്. ആറാമത്തെ ഓവർ ജനറലൈസിങ്. പൊതുവെ എല്ലാം ഒരു എന്തെങ്കിലും ഒരു കാര്യം ഒരു കാലത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും, പണ്ടിങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന ജനറലൈസിങ്. ഏഴാമത്തത് പേഴ്സണലൈസിങ്. ഒരു കാര്യം നമ്മളതൊരു സിനിമയിൽ കണ്ടിട്ടില്ലേ, ജഗതി പറയുന്നത് അത് എന്നെപ്പറ്റിയാണ്, എന്നെപ്പറ്റി തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഓരോരോ കാര്യങ്ങൾ ഒന്നുകിൽ നമ്മളെ പറ്റി അല്ലെങ്കിൽ നമ്മളത് പോരാ, നമുക്കൊരു ഇത് പോരാ എന്നുള്ള രൂപത്തിൽ പേഴ്സണലൈസ് ചെയ്ത് മറ്റൊരാൾ പറയുന്നതാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളിലാണെങ്കിലും പേഴ്സണലൈസ് ചെയ്യുന്ന ഒരവസ്ഥ. ജമ്പിങ് ടു കൺക്ലൂഷൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് അത് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു പിന്നെ പൊതുവെ നെഗറ്റീവായിട്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക, ഓരോരോ സംഭവങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ നോക്കിയിട്ട് അത് ഒരു കാരണം ഇന്നതുപോലെയാണ്, അതുകൊണ്ട് അത് ശരിയാവില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന ഒരവസ്ഥയ്ക്കാണ് അതൊരു ആൻഡ്. കമ്പയർ ആൻഡ് ഡിസ്പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അൺഫേവറബിൾ ആയിട്ട് നമ്മൾ കൺഫെയർ ചെയ്യും, അതുകൊണ്ട് തന്നെ നമ്മളൊരു നിരാശയിലേക്ക് എത്തുന്ന അവസ്ഥ. ഫോർച്യൂൺ ടെല്ലിങ്, അതെപ്പോഴും നെഗറ്റീവായിരിക്കും, അത് ശരിയാവില്ല, ഒരിക്കലും ശരിയാവില്ല, എല്ലാ കാര്യങ്ങളും മോശമായിട്ട് മാത്രമേ സംഭവിക്കൂ എന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു 10 ഉറുമ്പുകളെ കുറിച്ച് 10 ആൻസിനെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഒരു കമ്പയർ ആൻഡ് ഡിസ്പെയർ എന്നുള്ള ഒരു ഇതാണ്. ശാസ്ത്രം ഒരുപാട് വളർന്നിട്ട് എന്താ കാര്യം, പണിക്ക് പോകാതെ ജീവിക്കാൻ ഒരു മാർഗം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഒരാൾ സങ്കടപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പിന്നെ ആൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ആൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയും അത് ഉറുമ്പ് ഒരു ചെറിയ ചിന്ത വന്നാൽ അതിപ്പോ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഒരു കൂട്ടത്തോടെ കുറെ ഉറുമ്പ് കയറി നമ്മളെ ക്രൂരമായി കടിച്ച് പിടിച്ചിരുന്നാലോ, കടിച്ചു പറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാലോ, അങ്ങനെ അവസ്ഥയും ഈ ആൻസിലും ഉണ്ട്. അതിനാണ് റുമിനേഷൻ എന്ന് പറയുന്നത്. While ants are relatively shorthand appraisals of loss and depression, rumination consists of longer chains of repetitive, recycled, negative and self-opposed thinking that may occur as a response in initial negative thoughts. അപ്പം വളരെ കൂടുതലായിട്ട് നമ്മളെ ഇങ്ങനെ പിന്നെ ഉറുമ്പ് കയറി കടിച്ച് ഒന്നാകെ പൊതിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ പോലെ നമ്മളെ വിട്ടുമാറാതെ നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് അങ്ങോട്ട് കയറി നമ്മളിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കി നമ്മളിൽ നിലനിൽക്കുന്ന ഒരു സംഭവത്തിനാണ് റുമിനേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു റുമിനേഷനും അതിന്റെ ഒരു പിന്നെ പരിഹാരവും നമുക്ക് നോക്കാം. കല്യാണ വീട്ടിൽ പോയിട്ട് വന്നിട്ട് എന്നോട് വഴക്കിടാൻ വന്നേക്കരുത്, നമുക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള. അപ്പം അതാണ് പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ വിദ്വേഷവും വിഷവും ഈ ആൻസിലൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാലുള്ള ഒരു ദോഷം. ദ ഇമ്പാക്ട് ഓഫ് മെന്റൽ ഹെൽത്ത്. Ants can have significant impact such as low mood, anxiety and fatigue. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. They can also impair problem solving abilities and decision making skills. In long term, untreated ants can be lead to depression and anxiety disorders. ഇതിലേക്കൊക്കെ പിന്നെ കയറി വരാം എന്നുള്ളതാണ്, അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ അതിൻ്റെ തുരുമ്പിന് കഴിയും. അതുപോലെ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല, പക്ഷേ അവൻ്റെ മാനസികാവസ്ഥയ്ക്ക് കഴിയും. ഇത് കുറച്ച് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ആണ്. ഐ ഫീൽ ലൈക്ക് ഐ ആം എഗിൻസ്റ്റ് ദ വേൾഡ്, ഐ ആം നോ ഗുഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് നമ്മുടെ ആൾക്കാർക്കെല്ലാം അറിയാവുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകണ്ട. അതൊക്കെ പിന്നെ വേണമെങ്കിൽ ആർക്കെങ്കിലും ഞാനത് അയച്ചു തരാം. ഓക്കെ, അതൊക്കെ പറഞ്ഞ് നമുക്ക് സമയം പോകും. അപ്പം ഇനി ആൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉറുമ്പിനോട് ഉപമിച്ച് തന്നെ പറഞ്ഞു, കാരണം ഇത് ഒത്തിരി ബന്ധമുള്ളത് കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പൊ ഇതിന് പരിഹാരവും കൂടെ ഞാൻ പറയണ്ടേ, എങ്ങനെ നമുക്ക് ആൻസിനെ നിയന്ത്രിക്കാം എന്നുള്ളത്. അപ്പം അതിന് വേറെ ഒന്നുമില്ല. പുട്ട് ഓൺ യുവർ പാൻസ്, പാൻറ് ഇട്ടാൽ മതി. ആൻറ്റിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പാൻറ് ഇടാം. അപ്പൊ എങ്ങനെ നമുക്ക് പാൻറ് ഇടാം എന്നുള്ളത് നോക്കാം. കയറി അവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പാൻറ് ഇട്ടാൽ മതി എന്ന്. പാൻസ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. പാൻസ് പി ഫോർ പോസിറ്റീവ്, ഹെൽപ്ഫുൾ ആൻഡ് എൻകറേജിങ് ആയിട്ടുള്ള ചിന്തകളെ നമ്മൾ കൊണ്ടുവരിക. ഓട്ടോമാറ്റിക് ഇറ്റ് വിൽ ടേക്ക് പ്രാക്ടീസ് ടു ഗെറ്റ് ദിസ് പോപ്പ് ഇൻ ടു യുവർ ഹെഡ്. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റുക.
ന്യൂട്രൽ, ഇമ്പാർഷ്യൽ ആയിരിക്കണം, അൺബയാസ്ഡ് ആയിരിക്കണം. തോട്ട്സ്, ദ ടോക്കിംഗ് വോയിസ് ഓഫ് യുവർ ഹെഡ്. അപ്പൊ ഇത് നമ്മൾ ആ ഒരു പാൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ഓട്ടോമാറ്റിക് ന്യൂട്രൽ തോട്ട്സിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസിനെ നേരിടാൻ കഴിയും. ഹൗ ടു ഓവർകം ആൻസ്? തിങ്ക് അബൌട്ട് അവർ ബ്ലെസ്സിങ്സ്. നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. റൈറ്റ് ഡൗൺ ഇറ്റ്സ് ഡെയിലി ബിഫോർ ബെഡ്. നമ്മൾ എല്ലാ ദിവസങ്ങളും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്, നമ്മുടെ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ദൈവത്തോട് നന്ദി പറയുക, അല്ലെങ്കിൽ നമ്മൾ അത് എഴുതി വെക്കുക. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട് പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കും. ഒരു യുവാവ് കടം കയറി വല്ലാതെ ആയിട്ട് കടം കയറി മുടിഞ്ഞു എന്നുള്ള വാക്കിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോയതാണ്. അങ്ങനെ ഒരു വലിയ പുഴയുടെ, വളരെ അപകടകരമായ ഒരു പുഴയുടെ കരയ്ക്ക് പാലത്തിന് മുകളിൽ നിൽക്കുമ്പോഴാണ് അതുവഴി തൊട്ടടുത്ത ആശ്രമത്തിൽ നിന്ന് ഒരു സന്യാസി ഇറങ്ങി വരുന്നു. അപ്പൊ സന്യാസിക്ക് മനസ്സിലായി ഇയാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. സന്യാസി ഓടിച്ചെന്ന് ഇയാളെ പിടിച്ചു, ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പ്രശ്നം, എന്താ സുഹൃത്തെ നിങ്ങൾക്ക് പ്രശ്നമാണ്? അപ്പൊ ഈ യുവാവ് പറഞ്ഞു, ഞാൻ കടം കയറി മുടിഞ്ഞ് എനിക്ക് ഒരു രക്ഷയില്ല, എനിക്കിനി ജീവിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി പറഞ്ഞു, കുറച്ച് സമയം എന്നെ കേൾക്കുക, നിങ്ങളുടെ പ്രശ്നം ഞാൻ കേട്ടിട്ട് എന്താ കാര്യം, എൻ്റെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയും, എനിക്ക് 10, 18, 20 ലക്ഷം രൂപ കടമുണ്ട് എന്ന് പറഞ്ഞു. ശരി, നമുക്ക് ചിന്തിക്കാം, വരാൻ പറഞ്ഞു. അങ്ങനെ സന്യാസിയുടെ വിളിച്ചു നിർത്തി പറഞ്ഞു, ഞാൻ നിനക്ക് 2 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് എന്ത് ഞാൻ ചെയ്യണം, അതിന് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ശരി, കണ്ടീഷൻ പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിന്റെ ഒരു കിഡ്നി നീ ഒരാൾക്ക് കൊടുത്താൽ 2 ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ എൻ്റെ കടം തീരില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളുടെ ഓരോ ശരീരത്തെ അവയവങ്ങൾക്കും വില പറഞ്ഞ 25 ലക്ഷം 30 ലക്ഷം രൂപ വരെ സന്യാസി വില പറഞ്ഞു. അപ്പോൾ അത് കൊടുത്താൽ അത് കിട്ടും, ഇത് നീ വെറുതെ പുഴയിൽ ചാടി നശിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇയാള് ചിന്തിച്ചു, എൻ്റെ കടം വീട്ടാനല്ല, ഇത്രയും അനുഗ്രഹങ്ങൾ നിനക്ക് തന്ന നീ അത് ഓർക്കാതെ നീ ഇതെല്ലാം നശിപ്പിച്ചിട്ട്, നീ നല്ല ആരോഗ്യമുള്ള ഒരു യുവാവല്ലേ, നീ പോയി പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞ് ആ യുവാവിനെ അദ്ദേഹം പറഞ്ഞയച്ചു. അതാണ് നമ്മുടെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും നെഗറ്റീവ് തോട്ട്സിലേക്കായിരിക്കും നമ്മൾ പോവുക, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും. കറക്റ്റ് ദ ലേബലിംഗ് ഓഫ് അവർ എമോഷൻസ്. നമ്മുടെ ചിന്തകളെ നമ്മൾ എപ്പോഴും ലേബൽ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവോയ്ഡ് പീപ്പിൾ ഹൂ ജനറലി സ്പീക്കിംഗ് നെഗറ്റീവ്സ്. ചില ആൾക്കാരുണ്ട്, എന്തു പറഞ്ഞാലും നെഗറ്റീവ് തന്നെ പറയും. അങ്ങനെയുള്ള ആൾക്കാരെ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കാനാണ് പറയുന്നത്. ഡോണ്ട് ട്രൈ ടു റീഡ് അതേഴ്സ് മൈൻഡ്സ്. മറ്റുള്ളവരുടെ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അയാളൊക്കെ ചെയ്താൽ അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ള ഒരു രൂപത്തിലുള്ള ചിന്തകളിലേക്കൊന്നും പോകണ്ട. അവർ ഹാപ്പിനെസ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ അതേഴ്സ് ആക്ഷൻസ്. മറ്റുള്ളവരുടെ ആക്ഷൻസിലല്ല ഉണ്ടാകുക. ഓൾവേസ് തിങ്ക് പോസിറ്റീവ്ലി. റീപ്ലേസ് ആൻസ് വിത്ത് പെറ്റ്. പെറ്റിനെ കൊണ്ട് നമ്മൾ ആൻസിനെ റീപ്ലേസ് ചെയ്യാനാണ് പറയുക. പെറ്റ് എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് എൻഫോഴ്സിങ് തോട്ട്സ് ആണ്. അങ്ങനെ പോസിറ്റീവ് എൻഫോഴ്സിങ് തോട്ട്സ് അതെങ്ങനെ കൊണ്ടുവരാം? മൈൻഡ്ഫുൾനെസ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഇതിലൂടെയൊക്കെ കൊണ്ടുവരാം. Life becomes easier when you delete the negative people from it. An entire sea of water can't sink a ship unless it gets inside the ship. Similarly, the negativity of the world can put you down unless you allow it to get inside you. ഇത് കുറെ പോസിറ്റീവ് തോട്ട്സ് ആണ്. അതും ഞാൻ പ്രത്യേകിച്ച് വായിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും, നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കൂടുതൽ തോട്ട്സ് ആണ്. We can live by blaming the events, or we can live by changing our attitude towards the events and face the events with courage. ഈ പ്രസന്റ് മൊമെന്റ് ജീവിക്കാൻ. അപ്പം അതിലേക്ക് നമ്മൾ പോകണ്ട, നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞു. ഫീലിങ്സ് ആർ ലൈക്ക് ക്ലൗഡ്സ്, ഇറ്റ് വിൽ കം ആൻഡ് ഗോ. ഇപ്പോൾ എൻ്റെ പ്രസന്റേഷൻ ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഏതാണ്ട് അത്യാവശ്യം ഉറുമ്പ്, നമ്മുടെ ഉറുമ്പ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഹലോ, ആരും ഇല്ല ഇവിടെ? ഞാൻ ആരെയും കാണും. ANG എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. You know what? We all have this spark in us, isn't it? സ്പാർക്ക് ഉണ്ട്. ആ
സ്പാർക്കിനെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മൾ നശിപ്പിച്ച് കളയരുത്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ മാനസികമായിട്ട് നമുക്ക് നമ്മളിലേക്ക് കയറിക്കൂടി നമ്മുടെ സ്പാർക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ എനർജി കുറയുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ നമ്മളൊരു മെന്റൽ സഹായം തേടുക. നമുക്ക് നെഗറ്റീവ് പുറത്തുനിന്ന് നമുക്കൊരു എനർജി കിട്ടിയാൽ നമുക്ക് വീണ്ടും ആളിക്കത്താൻ കഴിയും. അങ്ങനെ ആളിക്കത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയുമാറാകട്ടെ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചോദിക്കാണ്ടോ? അത് ഇത് ക്ലോസ് ചെയ്തിട്ടാവാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് എനിക്ക്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് പ്രസന്റ് ചെയ്യാനുള്ളത്. എത്ര ചെറിയൊരു റുമ്പ് അവൻ എത്ര വലിയ കുറും എത്ര വലിയവൻ അവൻ ഇത്തിരി വേദനയാക്കും. അപ്പോൾ ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. എന്നെ പറ്റി ഉള്ള എൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. താങ്ക്സ് എവരിവൺ. എന്നെ എത്രയും നേരം ശ്രമിച്ച 8 മണിക്ക് തന്നെ ഞാൻ തീർത്തിരിക്കുന്നു. 7:15 തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മ. 3/4 മണിക്കൂർ കൊണ്ട് തീർത്തിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് എവരിവൺ. ഓവർ ടു MC ജയശ്രീ മാഡം. താങ്ക് യു സർ. സർ വളരെ നല്ലൊരു ടോപ്പിക്. എനിക്ക് തോന്നുന്നു വെരി സിമ്പിൾ ആൻഡ് നൈസ് പ്രസന്റേഷൻ. ശരിക്കും എല്ലാവർക്കും ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് അത്യാവശ്യമായ കാര്യങ്ങൾ വളരെ സരസമായി, വളരെ ലളിതമായി, പക്ഷെ അതില് അന്തസത്ത ഉൾക്കൊണ്ട് തന്നെ സാറ് പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. തുടക്കം മുതൽ ഞാൻ പോകാന്ന് വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് പോകാൻ തോന്നിയില്ല. അത്രയ്ക്കും നല്ല രസമായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. അതിന്റെ ഓരോ ക്ലിപ്പിങ്ങും അതിന് പറ്റിയ ഓരോ ഡയലോഗും എല്ലാം നല്ലതായിരുന്നു സർ. നല്ലൊരു ഇതായിരുന്നു. ഇനി എല്ലാവർക്കും ഇതിൽ അഭിപ്രായം പറയാവുന്നതാണ്. ശരിക്കും മനസ്സിന് ചിന്തിപ്പിക്കാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സാറിന്റെ ചോദ്യവും അതിന് ഉത്തരവും സാറ് തന്നെ പറഞ്ഞു തന്നു എന്നുള്ളതാണ് അതിൽ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. പറയുന്നത് പോലെ എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാവുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് പറയാനായിട്ട് ഒന്നുകിൽ ഹാൻഡ് റൈസ് ചെയ്യുക, അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. മാധവനുണ്ണി സാറിന് ഫീഡ്ബാക്ക്. ഗുഡ് ഈവനിങ് ഓൾ. ടോമി സാറിന്റെ ക്ലാസ് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈസ് വെരി പ്രിസൈസ് ടു ദ പോയിന്റ് ആൻഡ് വെരി സിമ്പിൾ. കറക്റ്റ് വിഷ്വൽസ് ഒക്കെ കറക്റ്റ്. ഇറ്റ്സ് എ വിഷ്വൽ ട്രീറ്റ്. ഇൻഫാക്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് ഓഡിയോ വിഷ്വൽ എക്സ്ട്രാവഗൻസ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. സംബഡി സേ സംതിങ് ഫോളോയിങ് അപ്പ് വിത്ത് കറക്റ്റ് വിഷ്വൽ, ഇറ്റ്സ് ഓൾസോ ആൻ ആർട്ട്. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് ഗോഡ് ബ്ലസ് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത. സാർ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനി ആർക്കും ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഇതിന്റെ വീഡിയോ നമുക്ക് ലഭ്യമായിരിക്കും യൂട്യൂബില്. നമുക്ക് താങ്ക്സ് പറയുന്നതിനായിട്ട് ജോസഫ് ജോൺ സാറിനെ ക്ഷണിച്ചോളുന്നു. നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല കേട്ടോ. ക്ലാസ്സും എനിക്ക് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പ്രശ്നം ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഉറവിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ്. എറണാകുളം KCTUവിന് അഭിമാനമാണ് ഉറവ്. അതിന് കളമൊരുക്കുന്ന എല്ലാവർക്കും, പങ്കെടുത്തവർക്കും ഒക്കെ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ സെഷനിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ KCTUവിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജോൺ ബേബി സാറിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സെക്രട്ടറി സൈജു സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ PV ജോസഫ് സാറ് നമ്മുടെ ഇന്നത്തെ
ട്രെയിനറെ പരിചയപ്പെടുത്തി. രണ്ടുപേർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ജയശ്രീ മാഡം നല്ലൊരു എന്താണ് എം സി ആയിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇന്നത്തെ ട്രെയിനർ തന്നെയാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട്, പ്രിസൈസ് ആയിട്ട്, രസകരമായിട്ട് ഒരു വിഷയം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. ഉറുമ്പ് ഒരു ടൈനി ബീയിങ് ആണല്ലേ, എന്നാലും അത് ചിലപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സൗധം പോലും കുറേശ്ശെ അല്ലെങ്കിൽ നമ്മളെ തന്നെ നശിപ്പിച്ച് കളയും. അത് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്, നല്ലൊരു കമ്പാരിസണാണ് സാർ ചെയ്തത്. ആ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ തന്നെ അത് തകർക്കും എന്നുള്ളൊരു സന്ദേശം. അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും സാർ പറഞ്ഞു എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ അവർ ബ്ലെസ്സിങ്സ് അല്ലേ, അങ്ങനെ ഒത്തിരി നല്ല പോയിന്റ്സ്. PET, പോസിറ്റീവ് എൻഫോഴ്സിങ് തോട്ട്സ്. അപ്പോൾ എല്ലാം എന്താ പറയുക, നല്ല ക്രിസ്പായിട്ട് രസകരമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. PPT, വണ്ടർഫുൾ PPT. സാർ വിഷ്വൽസ് കൊണ്ടുവന്നു, അതുപോലെ സ്റ്റോറീസ് പറഞ്ഞു. എല്ലാം കൊണ്ടും നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. ഉണ്ണി സാർ പറഞ്ഞതുപോലെ ഒരു വിഷ്വൽ ട്രീറ്റ്, അതുപോലെ തന്നെ സ്റ്റോറിയും സാറിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ വളരെ ആകർഷകമായിരുന്നു. സാറിൻ്റെ പ്രത്യേകം ഉറവിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് പങ്കെടുത്ത എല്ലാവരും വളരെ എന്താ പറയുക, താല്പര്യത്തോടു കൂടിയാണ് ഉറവിൽ എല്ലാവരും വരികയൊക്കെ ചെയ്യുക. നിങ്ങളുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.